സർ, സംസ്ഥാനം അങ്ങോളം ഇങ്ങോളം പ്രളയത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പ്രളയ വാർത്തകളെല്ലാം തത്സമയം എല്ലാ ചാനലുകളിലും മാധ്യമങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് നമുക്ക് മുന്നിൽ എത്തുന്ന വിഷ്വലുകളുണ്ട്. അത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുസ്ലിം ലീഗിന്റെ ചില ആളുകൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അത് 3 മണിക്ക് കഴിച്ചോ 2 മണിക്ക് കഴിച്ചോ എന്നുള്ളത് ഒരു വിഷയമാണെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഏത് സമയത്ത് ഭക്ഷണം കഴിച്ചു എന്നതിനെ കുറിച്ചാണ് പിന്നീട് ഇതിനെ ചുറ്റിപ്പറ്റി നടന്ന വിവാദങ്ങൾക്കൊടുവിൽ പ്രസ് മീറ്റിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. 3 മണിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അത് ഏത് സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷ്വലുകൾ പൊതുസമൂഹത്തിലേക്ക് എത്തി എന്നതാണ് ചോദ്യം. അവിടെയും വി.ഡി. സതീശൻ തന്ത്രപരമായ ഉത്തരം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കബളിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, മാധ്യമങ്ങളുടെ വായടപ്പിച്ചു. പക്ഷേ അതേ സ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നുവെങ്കിൽ ഏത് നിലയിൽ മാധ്യമങ്ങൾ ഈ വാർത്തയെ ആഘോഷിച്ചേനെ എന്നതാണ് ഒരു ചോദ്യം. ഒപ്പം ഹെലികോപ്റ്ററിൽ ഭാര്യാപിതാവിനെ കാണാൻ പോയതല്ല, ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോയതാണ് എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ആരാണ്? കേരളത്തിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഏത് പദ്ധതിയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ച അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളെ പരിഹസിച്ച ഒരു ടോൺ ഉണ്ട്. ആ സ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇന്ന് എന്തായി അവസ്ഥ? തീർച്ചയായിട്ടും പിണറായി വിജയനെയും വി.ഡി. സതീശനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഇന്ന് പല വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ പല പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, ട്രോളുകൾ നടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയന് തിരിച്ചടികൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നിന്ന് കൂടുതൽ എതിർപ്പുകൾ നേടിയത് അദ്ദേഹത്തിന്റെ 2ാം ഊഴത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ്. ആദ്യമൊക്കെ അദ്ദേഹത്തിനും കയ്യടി തന്നെയാണ് കിട്ടിയിരുന്നത്. ഏതാണ്ട് അതുപോലെ വി.ഡി. സതീശനും ഇപ്പോൾ കയ്യടികൾ കിട്ടുന്നുണ്ട്. പക്ഷെ ആ കയ്യടികൾ ശാശ്വതമാണെന്ന് വി.ഡി. സതീശൻ പ്രതീക്ഷിക്കരുത്. കാരണം പലവട്ടം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം അതിന് പറയുന്ന ന്യായങ്ങൾ ശരിയല്ല എന്ന് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഒന്ന് പ്രധാനപ്പെട്ടത്, അദ്ദേഹം മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ തന്ത്രപൂർവ്വമാണ്. അദ്ദേഹത്തിന് അതിന് മാധ്യമങ്ങളെ വായടപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കാനുള്ള കഴിവ് നല്ലപോലെ ഉണ്ട്. പക്ഷെ പിണറായി വിജയൻ അത്രയും ഒരു കഴിവില്ല. പിണറായി വിജയൻ അപ്പൊ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഖത്തടിച്ച പോലെ മറുപടി പറയുകയാണ്. താനെന്നായിരിക്കും പലപ്പോഴും പറയുന്നത്, അവിടെ ഇരിക്കൂ, അല്ലെങ്കിൽ കടക്കൂ പുറത്ത് എന്ന് പറയുന്ന ശൈലിയാണുള്ളത്. അതുകൊണ്ടാണ് പിണറായി വിജയന് പലപ്പോഴും വലിയ തിരിച്ചടികൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പിന്നീടൊക്കെ 2ാം ഊഴത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആദ്യത്തെ ഊഴത്തിൽ പിണറായി വിജയനെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ കണ്ടത്. വി.ഡി. സതീശനും ഇപ്പൊ ഈ ഒരു ആനുകൂല്യമുണ്ട്. അദ്ദേഹം മധുവിധുവിലാണ്. ആ മധുവിധുവിൽ പലരും പൊറുക്കും. അത് എന്നും ഉണ്ടാവുമെന്ന് വി.ഡി. സതീശൻ കരുതരുത്. കാരണം പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞ പ്രസ്താവനകൾക്ക് ഉപരിയായി ഇന്ന് അദ്ദേഹത്തിന്റെ പത്രപ്രസ്താവനയിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നത് കേട്ടു. ആരെ അടുത്ത് കാണാൻ പോയി എന്ന് പറയേണ്ട കാര്യമില്ല. രഹസ്യമായി ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് രഹസ്യമായും ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരും. പക്ഷെ ഇത് വി.ഡി. സതീശൻ പിണറായി വിജയന്റെ കാലത്ത് പറഞ്ഞില്ല. പിണറായി വിജയൻ അമിത്ഷായുടെ വീട്ടിൽ പോയി രാവിലെ അദ്ദേഹത്തിനെ കണ്ടത് എന്തിനാണ് എന്നൊരു വലിയ വിവാദം പി.എം. ശ്രീയുടെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോ അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമനെ എന്തിനു കണ്ടു, അവിടെ നരേന്ദ്രമോദിയുടെ വീട്ടിൽ എന്തിനു പോയി, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് വി.ഡി. സതീശൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ താൻ ചെയ്ത അല്ലെങ്കിൽ താൻ പ്രഖ്യാപിച്ച കാര്യങ്ങൾ, താൻ ആരോപിച്ച കാര്യങ്ങൾ ഇപ്പൊ അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്ന് സംശയിക്കേണ്ടി. അവസരോചിതമല്ലാത്ത ഏത് പ്രവൃത്തി ചെയ്താലും മുഖ്യമന്ത്രിക്ക് അത് തൽക്കാലം ന്യായീകരിക്കാം. കാരണം മധുവിധുവാണ്, ന്യായീകരണം ഒത്തിരി നടക്കും. മധുവിധു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾക്ക് പ്രസക്തി കുറയും. അദ്ദേഹം അക്കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓവർ കോൺഫിഡൻസ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ എന്ന് പല മാധ്യമങ്ങളും സംശയിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കും. കാരണം ഞാൻ എന്തു പറഞ്ഞാലും ജനം വിശ്വസിക്കും, ഞാൻ എന്തു പറഞ്ഞാലും ജനം അത് ശരിയായിട്ട് കൈകാര്യം ചെയ്യും എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കരുത്. കാരണം കേരളം പ്രളയക്കെടുതിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇനി ഒരു ഇൻവെസ്റ്ററെയാണ് കാണേണ്ടതെങ്കിലും ആ ഇൻവെസ്റ്ററേക്കാൾ പ്രധാനമുള്ളത് അദ്ദേഹത്തിന് ആ പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവരുടെ അടുത്തേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ്. അവിടെ വേണ്ട പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിൽ ജില്ലാ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ
അതുപോലെ തന്നെ നമ്മുടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുകളുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും കുറെ കൂടെ വിജിലൻസ് വരും. ആളുകളുടെ പരാതികൾ ഉണ്ടാവുക, പരാതികൾക്ക് എന്താണ് നിങ്ങൾ മറുപടി എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പോ അദ്ദേഹത്തിന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ദുരിതാശ്വാസത്തിന് വേണ്ട സേന, അവരെയെല്ലാം ഗൈഡ് ലൈൻ ചെയ്യാനും അവിടെ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് പുനരധിവാസ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഷെൽട്ടർ ക്യാമ്പുകളും സജീവമാക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അപ്പൊ അതിന് പകരം അദ്ദേഹം ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹം 3 മണി പോലും ആവാൻ പാടില്ല, 1 മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ഹെലികോപ്റ്ററിൽ ഇരുന്നും ഭക്ഷണം കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കാറിലിരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഞാൻ ആദരണീയ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പരിപാടികൾ പലതും അടുത്തു നിന്ന് കാണാനും അതിൽ ചിലതിൽ പങ്കാളിയാവാനും കഴിഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയാം. പലപ്പോഴും ഉച്ചഭക്ഷണം അദ്ദേഹം കഴിക്കാറില്ല. കഴിക്കാൻ ഗസ്റ്റ് ഹൗസിലൊക്കെ നിർബന്ധിച്ചാൽ അദ്ദേഹം പറയും, ഒരു ചെറിയ പൊതി എനിക്ക് തന്നിരുന്നാൽ മതി, ഞാൻ പോകുന്ന വഴിക്ക് കാറിലിരുന്ന് കഴിച്ചോളാം. അപ്പൊ വി ഡി സതീശന്റെ മാതൃക ഉമ്മൻചാണ്ടി ആവണം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ രീതിയിലുള്ള വർത്തമാനമോ ധാർഷ്ട്യമോ അദ്ദേഹത്തിന് പാടില്ല. അദ്ദേഹം അത്തരത്തിൽ കടക്കു പുറത്ത് എന്ന് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഇപ്പോ എടുക്കുന്ന ചില ശൈലികൾ വളരെ സുതാര്യതയുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സുതാര്യതയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ നേതാവിന് ചേർന്നതാണോ എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞതാണ്, ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യമായിട്ടൊക്കെ പോകേണ്ടി വരും, രഹസ്യമായ ചില മീറ്റിങ്ങുകളൊക്കെ നടത്തേണ്ടി വരും. അങ്ങനെ ജനാധിപത്യത്തിൽ രഹസ്യമായിട്ടൊന്ന് മുഖ്യമന്ത്രിക്ക് ചെയ്യാമോ എന്നുള്ളത് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. അങ്ങനെ മുഖ്യമന്ത്രി ചെയ്യുന്നെങ്കിൽ അത്തരത്തിൽ ഒരു അടിയന്തര ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു വലിയ അടിയന്തര ഘട്ടത്തിലാണ് അത്തരത്തിൽ രഹസ്യം ആയി നടത്തേണ്ടത്. പക്ഷെ ആ രഹസ്യം പോലും വേണ്ടപ്പെട്ട ചിലരെയെങ്കിലും അറിയിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത്തരത്തിൽ ഞാൻ വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഭരണം സുതാര്യമായിരിക്കണമെങ്കിൽ മുഖ്യമന്ത്രി സുതാര്യമാവണം, മന്ത്രിമാർ സുതാര്യമാകണം. നമ്മൾ സുതാര്യമല്ലാത്ത ഒരു ഭരണ വ്യവസ്ഥ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നിലനിന്നു എന്ന് പറഞ്ഞിട്ടാണ് 101 സീറ്റ് അദ്ദേഹം ചോദിച്ചപ്പോൾ 102 സീറ്റ് കൊടുത്ത് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചത്. അപ്പോ അദ്ദേഹം 100-ലധികം സീറ്റുകൾ പ്രതീക്ഷിച്ച് അതിലധികം സീറ്റുകൾ കിട്ടി. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തുലാസിൽ നിന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തെരുവിലിറങ്ങി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പിണറായി വിജയനേക്കാളും ഇ.കെ. നായനാരേക്കാളും കെ കരുണാകരനേക്കാളും ഒക്കെ ജനങ്ങളോട് കടപ്പാട് ഉണ്ടാവേണ്ടതുണ്ട്. അത് അദ്ദേഹം പാലിക്കാറുണ്ട് എന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ അദ്ദേഹത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകും. കാരണം പാളയത്തിൽ തന്നെ പട അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. അദ്ദേഹത്തിനെ നാറ്റിക്കാൻ, അദ്ദേഹത്തിനെ പുറത്തിറക്കാൻ, അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് തള്ളിയിട്ട് അവിടെ കയറിയിരിക്കാൻ ഹൈക്കമാൻഡും ലോ കമാൻഡും മിഡിൽ കമാൻഡും KPCC-യും DCC-കൾ വരെ രംഗത്തുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം മറക്കരുത്. ഘടകകക്ഷികൾ ഒരിക്കലും അദ്ദേഹത്തിനെ തള്ളിയിടാൻ ശ്രമിച്ചെന്ന് വരില്ല. പക്ഷേ മുസ്ലിം ലീഗിനടക്കം ചില അതൃപ്തികൾ ഉണ്ട് എന്നുള്ളതും അദ്ദേഹം മറക്കരുത്. അധിക നാൾ അതൃപ്തിയും ആശങ്കയും പിന്നെ ജുഗുൽസാപകമായ സാഹചര്യങ്ങളും ഞാൻ ആരെ കണ്ടു എന്ന് പറയുന്നത് ഇപ്പോഴല്ല. അദ്ദേഹം മംഗലാപുരത്ത് പോയപ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഞാൻ മറ്റൊരാവശ്യത്തിന് പോയതാണ്, ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ പോയതാണ്. ആ ആര്യാടൻ മുഹമ്മദിനെ ബന്ധുവിനെ കാണാൻ പോയത് എന്തിനു മറച്ചു പിടിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ തന്നെ ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോയത് ആദ്യം അദ്ദേഹം ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. അതായത് രക്ഷാപ്രവർത്തനത്തിനേക്കാൾ, ദുരന്ത നിവാരണത്തിനേക്കാൾ, അവരുടെ പുനരധിവാസത്തെക്കാൾ, അവരുടെ ഷെൽട്ടറുകൾ ഒരുക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ കൊണ്ടുവരാൻ ഒരു ഇൻവെസ്റ്റർ അടുത്ത് അദ്ദേഹം പോയെങ്കിൽ ആ ഇൻവെസ്റ്റർ ആര്, അത് ഇന്ന ആളാണെന്ന് പറയുന്നതിന് പകരം അങ്ങനെ മുഖ്യമന്ത്രിക്ക് ചിലപ്പം രഹസ്യമായും ചിലതൊക്കെ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. അത് രാജഭരണത്തിന്റെ ചില കാലഹരണപ്പെട്ട ഓർമ്മകൾ നമ്മുടെ ഒക്കെ മനസ്സിൽ, നമ്മുടെ ഭരണാധികാരിയുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അത് വി ഡി സതീശനെ പോലെ പൂർണ്ണമായും സുതാര്യം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. ഇത് അദ്ദേഹത്തെ വെള്ളത്തിൽ കൊണ്ടെത്തിക്കും. മറ്റാരുമായിരിക്കില്ല, ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കമാൻഡും KPCC-യും ഒക്കെ തന്നെ അദ്ദേഹത്തിനെ വെള്ളത്തിലാക്കും. അതുകൊണ്ട് അദ്ദേഹം വളരെ സൂക്ഷിച്ച് തന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കി തന്നെ പോകേണ്ടതുണ്ട്. ഇന്ന് അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ദുരിതാശ്വാസ സേന നമുക്ക് ഉണ്ടാക്കും, അവിടെ അത്തരത്തിലുള്ള പ്രോഗ്രാം ഉണ്ടാക്കും,
അതുപോലെ തന്നെ മഴക്കെടുതി അടക്കമുള്ളവ വളരെ മുൻകൂട്ടി കാണുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കും. അതുപോലെ തന്നെ പല കുടുംബങ്ങൾക്കും ഗുണകരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം പത്രക്കാർ ചോദിച്ചപ്പോഴാണ് ഇന്ന് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത്, ഞാൻ ചിലപ്പം രഹസ്യമായും ചിലരെയൊക്കെ കാണും. രഹസ്യമായി കാണുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ രഹസ്യങ്ങൾ ഒരുപാട് സൂക്ഷിക്കരുത്. അത് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ളതല്ല ജനാധിപത്യം എല്ലാ കാര്യങ്ങളിലും. കാരണം മുഖ്യമന്ത്രിക്ക് ഈ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങളിൽ കവിഞ്ഞ ഒരു രഹസ്യമില്ല. അദ്ദേഹം മാർക്സിസ്റ്റുകാരെ ബോധ്യപ്പെടുത്തണ്ട, അല്ലെങ്കിൽ BJP-ക്കാരെ ബോധ്യപ്പെടുത്തണ്ട. പക്ഷെ പൊതുജനങ്ങളെ, അദ്ദേഹത്തിന് 102 സീറ്റ് തന്ന ജനങ്ങളെ എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കാൻ താല്പര്യമുണ്ട്, അവർക്ക് ബാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരു വലിയ വിഭാഗം പിന്തുണയ്ക്കുന്നുണ്ട്. ആ പിന്തുണയ്ക്കുന്നത് UDF-ന്റെ പ്രവർത്തകരും കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകരുമായിരിക്കും. പക്ഷെ അവരെല്ലാവരും മാത്രമല്ല അദ്ദേഹത്തിനെ അധികാരത്തിൽ എത്തിച്ചത്, സാധാരണ ജനങ്ങളാണ്. അവർ ഈ പ്രശ്നത്തിൽ അല്പം രോഷാകുലരാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ ഇനി മുഖ്യമന്ത്രിയെ നാണം കെടുത്താനായിട്ടാണോ അദ്ദേഹം വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ചിത്രം അവിടെ തൊട്ടപ്പുറത്ത് പാവപ്പെട്ടവൻ വെള്ളത്തിൽ ചെളിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണത്തിന് വകയില്ലാതെ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തത് ആരാണെന്നും കൂടെ അദ്ദേഹം അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ തന്റെ പാളയത്തിൽ തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്. പ്രതിപക്ഷത്ത് തീർച്ചയായിട്ടും ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ എം.വി. ഗോവിന്ദനൊക്കെ ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹം പോയ റൂട്ട് എവിടെ? ആ റൂട്ടിൽ എങ്ങും ഒരു VIP-യുടെ സന്ദർശനത്തിനുള്ള പാത ഇല്ലായിരുന്നു. പിന്നെ എവിടെയാണ് അദ്ദേഹം VIP-യെ കണ്ടത്? അപ്പൊ ഇത്തരത്തിൽ ജനാധിപത്യത്തിൽ ഞാൻ ഇഷ്ടമുള്ളിടത്ത് പോകുമെന്നും, ഞാൻ ഇഷ്ടമുള്ളപ്പോൾ ഹെലികോപ്റ്ററിൽ കയറുമെന്നും, ഞാൻ ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുമെന്നും ഒക്കെ പറയാൻ ഭക്ഷണം തീർച്ചയായിട്ടും അദ്ദേഹം കഴിക്കേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ധാർഷ്ട്യഭാവം അദ്ദേഹത്തിന് വന്നു ഭവിക്കരുത്. അത് ഭാവിയിൽ അദ്ദേഹത്തിന് ദോഷം ചെയ്യും. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ അദ്ദേഹത്തിനെ ചതിക്കും. ഇപ്പോ അദ്ദേഹം ദുരിതാശ്വാസം അനുഭവിക്കുന്ന ജനതയുടെ കണ്ണീരൊപ്പാൻ പോയിട്ട് മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്നു എന്ന് അർത്ഥം വരുന്ന വിധത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നാണ് ആദ്യം അദ്ദേഹം ആലോചിക്കേണ്ടത്. അപ്പോ പാളയത്തിൽ പടയുണ്ട് എന്നുള്ളത് അദ്ദേഹം തീർച്ചയായിട്ടും മറക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.